പെരുന്നാളിനു മുൻപ് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ വിതരണം വൈകിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ. മെയ് 26-ന് തന്നെ വണ്ടൂർ ട്രഷറിയിൽ പെൻഷൻ വിതരണത്തിനുള്ള പണമെത്തിയിട്ടും അത് വിതരണം ചെയ്യാതിരുന്നത് ഇടതു സഖാക്കളുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പെരുന്നാളിനു മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ അനുഭാവികൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ പ്രചരണമാണ് നടത്തുന്നത്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായി കോൺഗ്രസ് നേതൃത്വം വണ്ടൂർ ട്രഷറി, വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക്, പോരൂർ സർവീസ് സഹകരണ ബാങ്ക്, SBI വണ്ടൂർ ശാഖ എന്നിവിടങ്ങളിലെ മാനേജർമാരുമായി നേരിട്ട് സംസാരിച്ചു. ഈ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഒരു ബാങ്ക് പോലും ചെക്ക് കൊടുത്തില്ല. ഇപ്പൊ വണ്ടൂർ ബാങ്ക് വൈകുന്നേരം കണ്ടു കൊണ്ടു കൊടുത്തു. അപ്പൊ അത് മനഃപൂർവ്വം വൈകിക്കുകയാണ്. അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ചെയ്തത്. ബാങ്കിൽ ഞങ്ങൾ SBIന്റെ വണ്ടൂർ ശാഖയിൽ പോയി അന്വേഷിച്ചു. വണ്ടൂർ ശാഖയിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് 26-ാം തീയതി ഇന്ന് അവിടെ ചാർജുള്ള ആള് കരുവാരകുണ്ട് ബാങ്കിന്റെ മാനേജറാണ്. ചാർജുള്ള ആള് ഇന്ന് മാനേജർ ലീവ് ആയതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കരുവാരകുണ്ട് കാളിയാവ് മേഖലയിലെ ട്രഷറിയിൽ നിന്നൊക്കെ 26-ന് തന്നെ വിവരം കിട്ടി, 26-ന് തന്നെ അവിടെ പെൻഷൻ വിതരണം ചെയ്തു. അപ്പൊ വണ്ടൂർ മേഖലയിൽ പെൻഷൻ വിതരണം ചെയ്യാതെ സർക്കാരിനെ മോശപ്പെടുത്താനുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ് നടന്നത് നമ്മൾ സംശയിക്കുകയാണ്. കഴിഞ്ഞ മെയ് 26-ന് തന്നെ വണ്ടൂർ ട്രഷറിയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള പണം കൃത്യമായി എത്തിയിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ ബന്ധപ്പെട്ടവർ ചെക്ക് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ അന്നു തന്നെ പണം വിതരണം ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നിട്ടും പണം വിതരണം ചെയ്യാൻ തയ്യാറാകാതിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇടതു സഖാക്കളുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു നടപടിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ വണ്ടൂരിൽ സർവീസ് ബാങ്ക് അതിൽ അലംഭാവം കാണിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി പൈസ അവിടെ 95 ലക്ഷം രൂപയോളം അവിടെ പെൻഷൻ വാങ്ങി കൊടുക്കേണ്ടതുണ്ട്, ആളുകൾക്ക് വിതരണം ചെയ്യാനുണ്ട്. അത് കൃത്യമായി വാങ്ങി പെരുന്നാളിന് ആളുകൾക്ക് ലഭ്യമാകണമെന്നുള്ള രീതിയിൽ അവരെ അതിൻ്റെ ഏജൻസി എന്നുള്ള നിലയിൽ കൃത്യമായി അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുകയും അത് അവർക്ക് പെരുന്നാളിന് ഉപകാരപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അത് കൃത്യമായി വാങ്ങാതെ ആ രീതിയിൽ UDFന്റെ സർക്കാരിനെയും ഇകഴ്ത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയുമായിട്ടാണ് ബാങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ട്രഷറിയും അതിനനുസൃതമായ രീതിയിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അത് പെട്ടെന്ന് തന്നെ നൽകുന്നതാവശ്യമായ നടപടി ഉണ്ടാവണം എന്ന് പ്രത്യേകം അറിയിക്കുക. സാധാരണക്കാരന് ലഭിക്കേണ്ട പെൻഷൻ മനഃപൂർവ്വം വൈകിപ്പിച്ച് ട്രഷറി ഉദ്യോഗസ്ഥർക്കും സർവീസ് സഹകരണ ബാങ്ക് അധികൃതർക്കുമെതിരെ ഉന്നതതല അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഈ ചാനൽ ന്യൂസ്, വണ്ടൂർ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.